ഡിസംബർ മാസം 29-ാം തീയതി രാവിലെ മുതൽ തന്നെ ഈ ഒരു വർഷം ഇല്ലാത്ത അത്രയും ആക്രമണം റഷ്യ ഉക്രൈനിൽ നടത്തിയിരിക്കുന്നു. ഏകദേശം ഉക്രൈന്റെ 75% ഭാഗത്തും ആക്രമണം നടത്തിയെന്ന അറിയിപ്പാണ് പുറത്തു വന്നിട്ടുള്ളത്. 80-ൽ പരം ക്രൂയിസ് മിസൈൽസ്, 40-ൽ പരം ഷാഹിദ് ഡ്രോൺസ്, കൂടാതെ ഹൈപ്പർസോണിക് മിസൈൽസ്, ഇങ്ങനെ ഉക്രൈൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്രയും ആക്രമണം റഷ്യ നടത്തിയിരിക്കുന്നു. ശരിക്കും ഇത് 2 ദിവസം മുമ്പ് റഷ്യയുടെ ഒരു ലാൻഡിംഗ് ഷിപ്പിൽ ഉക്രൈൻ ആക്രമണം നടത്തിയിരുന്നല്ലോ. അതിന്റെ മറുപടിയായും റഷ്യയുടെ വിന്റർ ഒഫൻസീവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റായും കണക്കാക്കപ്പെടുന്നു. എന്തുകൊണ്ട് റഷ്യ ഇത്രയും വലിയൊരു ആക്രമണം ഒറ്റ ദിവസത്തിൽ നടത്തണം? ഇതുമൂലം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉക്രൈനിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ മാസം 29-ാം തീയതി അതിരാവിലെ മുതൽക്ക് തന്നെ ഉക്രൈന്റെ വളരെ പ്രധാനപ്പെട്ട റീജിയൻസ് ആയ ക്യവ്, കർക്കിവ്, നിപ്രോ റീജിയൻ, ഒഡേസ, സാപ്പറീസ്യ, ഡൊണറ്റ്സ്ക്, ഇങ്ങനെ നിരവധി റീജിയണിൽ റഷ്യയുടെ തീവ്ര ആക്രമണം ഉണ്ടായിരുന്നു. ഇവിടെയെല്ലാം റഷ്യയുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ഉക്രൈനിലെ വളരെ പ്രധാനപ്പെട്ട ഹോട്ടൽസ്, അതുപോലെ തന്നെ എനർജി ഗ്രിഡ് ആയിരുന്നു. റഷ്യൻ ഒഫീഷ്യൽസ് പറഞ്ഞിരിക്കുന്നു ഇത് ഉക്രൈനായുള്ള ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആണെന്ന്. ഇതെല്ലാത്തിനും അപ്പുറം ക്യവിന് ചുറ്റുമായി വെച്ചിട്ടുണ്ടായിരുന്ന എയർ ഡിഫൻസ് യൂണിറ്റിനെ മുഴുവനായും റഷ്യ നശിപ്പിച്ചിരിക്കുന്നു. ഇത് ഉക്രൈനും സമ്മതിച്ചിട്ടുമുണ്ട്. ഉക്രൈൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യവിന് ചുറ്റുമായി നിരവധി പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മുഴുവനായും തകർത്തു എന്നതാണ്. ഇത് ഉക്രൈനെ സംബന്ധിച്ച് വളരെ വലിയൊരു നഷ്ടം തന്നെയാണ്. ഒരേ ഒരു എയർ ഡിഫൻസ് യൂണിറ്റ് നഷ്ടമായത് അത്ര വലിയ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതെ. കാരണം ഉക്രൈന്റെ പക്കൽ ഉണ്ടായിരുന്നത് വളരെ കുറഞ്ഞ എണ്ണം മാത്രമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് ഒരു എയർ ഡിഫൻസ് യൂണിറ്റ് മുഴുവനായും നശിച്ചു എന്ന് പറയുമ്പോൾ ഉക്രൈനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയാണ്. മാത്രമല്ല ഉക്രൈന്റെ സംരക്ഷണത്തിന് ഇത് ഒരു ചോദ്യചിഹ്നമായി മാറും. ഇതെല്ലാത്തിനും അപ്പുറം റഷ്യ ചില പ്രധാനപ്പെട്ട ഹോട്ടൽസ് ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ഒരു ഹോട്ടലിൽ താമസിച്ചിരുന്നതെല്ലാം നിരവധി ഫോറിൻ മേഴ്സണറീസ് ആണെന്ന് പറയുന്നുണ്ട്. കൂടാതെ റഷ്യ മനഃപൂർവ്വം റെസിഡൻഷ്യൽ ബിൽഡിംഗിലൊക്കെ ആക്രമണം നടത്തിയെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഒഡേസയിൽ മാത്രം ഏകദേശം 40-ൽ പരം ഷാഹിദ് ഡ്രോൺസും ബ്ലാക്ക് ജെറേനിയം ഡ്രോൺസും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് ഒരിക്കലും ഉക്രൈൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഈ ജെറേനിയം ഡ്രോൺസ് എന്നത് ഷാഹിദ് ഡ്രോൺസിന്റെ റഷ്യൻ വേർഷൻ ആണെന്ന് പറയാം. ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രോൺസ് ഈ ഒരു ആക്രമണത്തിൽ വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 12 മണിക്കൂറിൽ 29-ാം തീയതി രാവിലെ മുതലുള്ള 12 മണിക്കൂറിൽ 87 ക്രൂയിസ് മിസൈലാണ് റഷ്യ വിക്ഷേപിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ എത്ര ഹൈപ്പർസോണിക് മിസൈൽ, എത്ര സൂപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് അറിയില്ല. പക്ഷേ റഷ്യ ഉപയോഗിച്ചതിൽ മാക്സിമവും KH-101 ക്രൂയിസ് മിസൈൽ, ഇസ്കാന്ദർ ബാലിസ്റ്റിക് മിസൈൽ, കിൻസാൾ ഹൈപ്പർസോണിക് മിസൈൽ, KH-47 M2 മിസൈൽ, അതുമാത്രമല്ല X-32 എന്ന മിസൈലും റഷ്യ ഈ ഒരു ആക്രമണത്തിൽ പുതിയതായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുമാത്രമല്ല ഇനിയും നിരവധി S-300, S-400 കോംപ്ലക്സിലുള്ള നിരവധി മിസൈൽസ് അറ്റാക്കിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നു. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇന്റർനെറ്റിൽ വൈറലായി ഷെയർ ആയിക്കൊണ്ടിരുന്നു. മറ്റൊന്നുമല്ല, ഉക്രൈന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിലെ ഒരു മിസൈൽ മിസ്ഫയർ ആയി ഒഡേസ റീജിയനിലുള്ള ഒരു ബിൽഡിംഗിൽ വന്ന് പതിച്ചു. ഈ ഒരു വീഡിയോ കണ്ട പലരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഉക്രൈൻ മനഃപൂർവ്വം ചെയ്തതാണ്, ഇനിയും അധികമായി എയ്ഡ് ലഭിക്കാൻ വേണ്ടിയും, മാത്രമല്ല റെസിഡൻഷ്യൽ ബിൽഡിംഗിലെല്ലാം റഷ്യ ആക്രമണം നടത്തിയെന്ന ആരോപണം ഉയർത്താൻ വേണ്ടിയും ഉക്രൈൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നും പറയുന്നുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് താഴെ നിന്നും പോകുന്ന ആ ഒരു മിസൈൽ 180 ഡിഗ്രി വളഞ്ഞ് തിരിച്ചു വന്ന ആ റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ വന്ന് പതിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉക്രൈൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മിസ്ഫയർ ആയതല്ല, റഷ്യയുടെ മിസൈലിനെ ഡിഫെൻഡ് ചെയ്തതിനു ശേഷം വന്ന ഡെബ്രിസ് ഈ ഹോട്ടലിൽ വന്ന് പതിച്ചതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ പറയുന്നുണ്ട് ഇത് ഡെബ്രിസ് അല്ല. കാരണം ഡെബ്രിസ് എന്ന് പറയുമ്പോൾ ഫയർ ആയതിനു ശേഷം പാർട്സ് ആയിട്ടായിരിക്കും വന്ന് പതിക്കുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മിസൈൽ വിക്ഷേപിച്ചതിന് ശേഷം അതിന്റെ പാത്തിൽ നിന്നും ഡീവിയേറ്റ് ആയി വന്ന് പതിക്കുന്നതാണെന്ന്. ഇത് തീർച്ചയായും ഉക്രൈൻ ചെയ്ത തെറ്റാണെന്നും അതവർ മറച്ചു വയ്ക്കുന്നു എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് ഒഡേസ റീജിയണിലെ ആക്രമണത്തിന്റെ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അതിഭീകരമായിട്ടാണ് തോന്നുന്നത്. മാത്രമല്ല ഇതുവരെ ഉക്രൈൻ വിചാരിക്കാത്ത അത്രയും ആക്രമണം ഒറ്റ ദിവസം കൊണ്ട് റഷ്യ ചെയ്തു. 12 മണിക്കൂറായി തുടർ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന റഷ്യ കുറച്ച് ഗ്യാപ്പ് വിട്ടതിനു ശേഷം വീണ്ടും ക്യവിൽ ആക്രമണം നടത്തിയിരുന്നു. ഏകദേശം 18 ബോംബേഴ്സിനെ റഷ്യ ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ടാകും. നിരവധി അൺഗൈഡഡ് ബോംബ്സും അതുപോലെ തന്നെ നിരവധി മിസൈലും ഈ ഒരു ആക്രമണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
റഷ്യ ഈ ഒരു ആക്രമണം ഇങ്ങനെ തുടർന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഉക്രൈൻ ഒരു ശ്മശാന ഭൂമിയായി മാറുമെന്ന് ഉക്രൈനിലെ നിരവധി ഒഫീഷ്യൽസ് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ഇപ്പോൾ റഷ്യ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതിന്റെ പ്രധാന കാരണം ഉക്രൈൻ ക്രീമിയയിൽ നടത്തിയ വലിയ ആക്രമണമാണ്. അതിൽ റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട ലാൻഡിംഗ് ഷിപ്പ് നോവോചെസ്ക മുഴുവനായും നശിച്ചു. ആ ഒരു ഷിപ്പ് വീണ്ടും സർവീസിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തതുപോലെ അത്രയ്ക്കും ഡാമേജ് ഉക്രൈന്റെ ആക്രമണത്തിൽ നടന്നിട്ടുണ്ട്. ഇതിന്റെ കൺഫർമേഷൻ റഷ്യയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു റിവഞ്ച് ആയിട്ടാണ് ഡിസംബർ മാസം 29-ാം തീയതി ഉക്രൈനിൽ റഷ്യ ആക്രമണം നടത്തിയത് എന്ന് പറയാം. ഉക്രൈന്റെ ഒരു അടിക്ക് റഷ്യ തിരിച്ച് 100 അടി കൊടുത്തു എന്ന് പറയാൻ പറ്റും. ആക്രമണം നടന്ന ദിവസം രാവിലെ മുതൽക്കേ തന്നെ ഉക്രൈനിൽ എയർ റൈഡ് എല്ലാം മുഴങ്ങിക്കൊണ്ടിരുന്നു എന്ന് പറയാം. റഷ്യൻ ട്രൂപ്സ് ഈ ഒരു ആക്രമണം വളരെ കോർഡിനേറ്റഡ് ആയിട്ടാണ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഉക്രൈൻ ഈ ഒരു ആക്രമണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. 18 ബോംബേഴ്സ് എന്ന് പറയുമ്പോഴും അത് നിസ്സാരമല്ലല്ലോ. ബ്ലാക്ക് സീ ഫ്ലീറ്റിൽ നിന്നും നിരവധി കാലിബർ ക്രൂയിസ് മിസൈലും ഇസ്കാന്ദർ ക്രൂയിസ് മിസൈലും റഷ്യ അവരുടെ കപ്പലുകളിൽ നിന്നും വിക്ഷേപിച്ചുകൊണ്ടിരുന്നു. ഈ വീഡിയോകളെല്ലാം ഇന്റർനെറ്റിൽ വൈറലായി ഷെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് ലൈനിലും റഷ്യക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. ശരി, ഓക്കെ, അമേരിക്കയ്ക്ക് ഇതെങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഉക്രൈന് ആവശ്യമായ സഹായം 250 മില്യൺ കൊടുക്കാൻ പോകുന്നു എന്ന്. സോ വീണ്ടും റഷ്യ ഉക്രൈനിൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഇൻഡയറക്റ്റ് ആയി അമേരിക്കയ്ക്ക് ഒരു പ്രഷർ ബിൽഡ് ചെയ്യും. എന്തു തന്നെയായാലും ഈ യുദ്ധം ഇതോടെ അവസാനിക്കാൻ പോകുന്നില്ല. മറ്റൊന്നുമല്ല, ഞങ്ങൾ സമാധാനത്തോടെ മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾ ഭീരുക്കളാണെന്ന് വിചാരിച്ചു. എന്നാൽ ഈ യുദ്ധം ഇതോടെ അവസാനിക്കുന്നില്ല. എന്തിനും ഞങ്ങൾ തയ്യാറായിട്ടാണുള്ളത്. എപ്പോൾ വേണമെങ്കിലും തിരിച്ചടി പ്രതീക്ഷിക്കാമെന്ന ഒരു വാണിംഗ് കൊടുക്കുന്നതായി കണക്കാക്കാം. കഴിഞ്ഞ 2 വർഷത്തോളമായി ഉക്രൈൻ ജനങ്ങൾക്ക് ഒരു രീതിയിലും സമാധാനം കിട്ടുന്നില്ല. വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഉക്രൈൻ ജനങ്ങളുടെ അവസ്ഥ പരിതാപകരം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതെല്ലാം മനസ്സിലാക്കി സെലൻസ്കി ഒരു സമാധാന ചർച്ച പുടിനുമായി ചേർന്ന് നടത്താൻ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. എന്നാൽ യുദ്ധക്കളത്തിൽ നടക്കുന്നത് ഇതിന് വിപരീതമായ കാര്യങ്ങളാണ്. എങ്ങനെയെങ്കിലും റഷ്യയെ പരാജയപ്പെടുത്തണം. പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ സെലൻസ്കിക്ക് നല്ലൊരു പേര് കൊണ്ടുവരണം. ഇങ്ങനെ ഈ യുദ്ധം സെലൻസ്കി വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാത്തിനും കാരണം അദ്ദേഹത്തിന്റെ ഈഗോ മാത്രമാണ്. നോക്കാം ഇനിയും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.